ഏവർക്കും ലീഡ് ഐസ് ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒരു ദശാബ്ദം പൂർത്തിയാക്കി സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം. ബേ ഓഫ് ബംഗാൾ ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ ചെയർമാൻഷിപ്പ് ഔദ്യോഗികമായി ഏറ്റെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി ബയോ ബാങ്ക് ഡാർജിലിംഗ് മൃഗശാലയിൽ. റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് ഒഡീഷ തീരത്തേക്ക് എത്തി ഒലീവ് റിഡ്ലി ടർട്ടിൽസ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ പോളിമർ പ്ലാന്റ് സ്ഥാപിച്ച് ഉത്തർപ്രദേശ്. വാർത്തകൾ വിശദമായി. ഒരു ദശാബ്ദം പൂർത്തിയാക്കി സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം. രാജ്യത്തെ എല്ലാ കർഷകർക്കും സോയിൽ ഹെൽത്ത് കാർഡ് നൽകാൻ 2015 സർക്കാരുകൾ തീരുമാനമെടുക്കുന്നത്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണിൽ അടങ്ങിയിട്ടുള്ള 12 ന്യൂട്രിയൻസിന്റെ സ്റ്റാറ്റസ് ആണ് സോയിൽ ഹെൽത്ത് കാർഡ് നൽകുന്നത്. ഇതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ആവശ്യമായ പോഷകങ്ങളുടെ അളവിനെക്കുറിച്ച് കൂടിയുള്ള വിവരങ്ങൾ സോയിൽ ഹെൽത്ത് കാർഡ് കർഷകർക്ക് നൽകുന്നുണ്ട്. ഇതിനായി കൃഷിഭൂമികളിൽ നിന്ന് വർഷത്തിൽ 2 തവണയാണ് സോയിൽ സാമ്പിൾ ശേഖരിക്കുന്നത്. ബേ ഓഫ് ബംഗാൾ ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ ചെയർമാൻഷിപ്പ് ഔദ്യോഗികമായി ഏറ്റെടുത്ത ഇന്ത്യ. 2003 റീജിയണൽ ഫിഷറീസ് ബോർഡ് എന്ന നിലയിൽ ഇത് സ്ഥാപിതമാവുന്നത്. ബംഗാൾ ഉൾക്കടൽ മേഖലയിലെ സുസ്ഥിര മത്സ്യബന്ധനവും സമുദ്രവിഭവ പരിപാലനവും പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഒരു സ്ഥാപനമാണ് ബേ ഓഫ് ബംഗാൾ പ്രോഗ്രാം ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. ബംഗാൾ ഉൾക്കടലിന്റെ അതിർത്തിയിലുള്ള ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, തായ്ലൻഡ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ ഓർഗനൈസേഷനിലെ അംഗങ്ങൾ. രാജ്യങ്ങളിലെ ഫിഷറീസ്, അക്വാകൾച്ചർ സംവിധാനങ്ങളുടെ വികസനത്തിനും പരിപാലനത്തിനും പിന്തുണ നൽകുന്നതിലും ഈ ഓർഗനൈസേഷൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി ബയോ ബാങ്ക് ഡാർജിലിംഗ് മൃഗശാലയിൽ. പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് എന്നുകൂടി അറിയപ്പെടുന്ന ഡാർജിലിംഗ് മൃഗശാലയിലാണ് ഈ വൈൽഡ് ലൈഫ് ബയോ ബാങ്ക് പ്രവർത്തന സജ്ജമാവുക. വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ കോശങ്ങൾ, ടിഷ്യൂകൾ, പ്രത്യുൽപാദന സാമ്പിളുകൾ എന്നിവ ശീതീകരിച്ച് സൂക്ഷിക്കുക എന്നതാണ് വൈൽഡ് ലൈഫ് ബയോ ബാങ്കുകളുടെ ലക്ഷ്യം. 2024 ജൂലൈയിൽ സ്ഥാപിതമായതു മുതൽ 23 ഇനങ്ങളിൽപ്പെട്ട 60 മൃഗങ്ങളിൽ നിന്നുള്ള DNA ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉയരത്തിലുള്ള മൃഗശാല എന്ന പ്രത്യേകത കൂടി ഡാർജിലിംഗ് മൃഗശാലയ്ക്കുണ്ട്. റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് ഒഡീഷ തീരത്തേക്കെത്തി ഒലീവ് റിഡ്ലി ടർട്ടിൽസ്. 7 ലക്ഷത്തോളം ഒലീവ് റിഡ്ലി ടർട്ടിൽസ് ആണ് ഒഡീഷയിലെ ഋഷികുല്യ ബീച്ചിലേക്ക് മുട്ടയിടാനായി എത്തിയിരിക്കുന്നത്. കടലാമകളിൽ ഏറ്റവും ചെറുതും ധാരാളമുള്ളതുമായ കടലാമകളാണ് ഒലിവ് റിഡ്ലി ടർട്ടിൽസ്. ഇവയുടെ കാരപ്പേസ് അഥവാ ഷെല്ലിൻ്റെ ഒലിവ് പച്ച നിറത്തിൽ നിന്നുമാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ സമുദ്രങ്ങളിലെ വോം വാട്ടറിലാണ് ഇവ പ്രധാനമായും കാണപ്പെടുന്നത്. ഒഡീഷയിലെ ഗഹിർമാത മറൈൻ സാഞ്ചുറി ലോകത്തിലെ തന്നെ കടലാമകളുടെ ഏറ്റവും വലിയ റൂക്കറി അഥവാ പ്രജനനം നടത്തുന്ന കോളനി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ പോളിമർ പ്ലാന്റ് സ്ഥാപിച്ച് ഉത്തർപ്രദേശ്. പരിസ്ഥിതി സൗഹാർദ്ദ വ്യവസായ വളർച്ചയെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്. സസ്യങ്ങൾ, ആൽഗകൾ അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾ പോലുള്ള പ്രകൃതിദത്ത വസ്തുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ബയോഡിഗ്രേഡബിൾ പോളിമറുകളാണ് ബയോപോളിമറുകൾ. പെട്രോകെമിക്കലിൽ നിന്ന് നിർമ്മിച്ച പരമ്പരാഗത പോളിമറുകൾക്ക് വിരുദ്ധമായി പുനരുപയോഗിക്കാവുന്ന ജൈവ സ്രോതസ്സുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പോളിമറുകളാണിവ. പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന പെട്രോളിയം അധിഷ്ഠിത പോളിമറുകളെ അഥവാ പ്ലാസ്റ്റിക്കുകളെ റീപ്ലേസ് ചെയ്യുക എന്ന ലക്ഷ്യമാണ് ബയോപോളിമർ പ്ലാന്റ് നിർമ്മാണത്തിന് പുറകിൽ. ഇതോടെ ഈ ആഴ്ചയിലെ വീക്ക്ലി ന്യൂസ് ടൈം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.